അനു അതും നോക്കി നോക്കണല്ലോ. അപ്പൊ അത് ചോദിച്ചു. അപ്പൊ അത് അങ്ങനെ കഴിപ്പിച്ചില്ല. അതിനെ കറുത്തു പോടാ. കറുത്തു വന്നു എവിടെ വന്നില്ല. സെൻസിബിൾ ബാറ്റിംഗ് മച്ചാ, സെൻസിബിൾ ബാറ്റിംഗ്. നീയുടെ വിദ്യയാക്കാൻ ബാക്കിയുള്ളത് ചേട്ടാന്ന് പറഞ്ഞോട്. അവൻ ഇല്ലാത്ത പറയാൻ അവൻ വരുമ്പോ അവൻ വരുമ്പോ ഒന്ന് പറഞ്ഞാണല്ലോ. അനു കഴിഞ്ഞ വെച്ചിട്ട് കമ്പനി ഇന്റർവ്യൂ റെക്കമെൻഡ് 90% ജോലി ഉറപ്പാ. അത്ര റെക്കമെൻഡ് ചെയ്തിരുന്നു. കാരണം നല്ല ആവശ്യമുണ്ടായിരുന്നു, പെട്ടെന്ന് ആളെ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ഇന്റർവ്യൂവിന് വന്നതാണ്. എടാ ഇന്റർവ്യൂവിന് വന്നതോ എനിക്ക് ഒരു 20 ക്വസ്റ്റ്യൻ കേട്ടാ. എന്നിട്ട് ഒരു മണിക്കൂറോളം ഇന്റർവ്യൂ. അത് ഇത്ര നേരം സാധാരണ ഞാൻ മാനേജർ റെക്കമെൻഡ് ചെയ്താൽ അപ്പോഴും എടുക്കില്ല, വെറുതെ ചോദിച്ചു കൊടുക്കും. എന്നിട്ട് അനൂപ് ഇന്റർവ്യൂ വേണ്ടി താഴെ തന്നെ വിളിച്ചു. ഞാൻ അടിയിലുണ്ട്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ മാനേജർ വന്നു. സോറി നോക്കൂ. എന്നിട്ട് എനിക്ക് അവന്റെ ക്വസ്റ്റ്യൻ 20 തെറ്റ്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഓപ്പുണ്ട് ഞാൻ എടുത്തേനെ. ആ ചെറിയ ക്വസ്റ്റ്യൻ വെയിറ്റ് ഇപ്പുറത്തായാലും എത്രയുണ്ട് ഇതൊന്നും ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്നില്ല. BCA അപ്പോഴേക്ക് തോന്നി ഓപ്ഷൻസ് ഉണ്ട്. എനിക്കാണ് ഇതിനോട് പോകുന്നത്. എനിക്ക് ആൻസോട് ചേർന്നുള്ള അലൈൻമെന്റ് ഇങ്ങനത്തെ ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെ നല്ലോണം ചെയ്യണമെന്നുള്ള ഇതില് പറയണം. അത് എന്താണ് എന്റെ ആഗ്രഹം? ആൻസോൺ. വാട്ട്സ് ആൻസോൺ? ആൻസോൺ അലൈൻമെന്റ്. വാട്ട് കൈൻഡ് ഓഫ് അലൈൻമെന്റ്? അലൈൻമെന്റ്. ഈ രണ്ട് വാക്ക് പറഞ്ഞെടുത്ത് വെച്ചിട്ട് വീട്ടിൽ ഒന്ന് പറക്കാൻ കിട്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ പക്ഷെ അത് ഇന്റർവ്യൂ മാനം ഒപ്പിക്കായിരുന്നു വാർത്തകൾ. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പർ 2 ശരിയാണ് കയറിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് 98% റെക്കമെൻഡ് ചെയ്തു, 2% നിന്റെ കയ്യിലാണ് വിട്ടത്. നാണക്കാർക്ക് നമ്മളെ അഭിനയിക്കില്ലേ? എനിക്ക് നമ്മളെ അഭിനയിക്കുന്നതല്ലേ? അല്ല നീന്റെ കൊട്ടങ്ങൾക്ക് ഇതാണല്ലോ. വേറെ ടാലന്റ് ഇവിടെ. ഞാൻ പെട്ടെന്ന് ഓർത്തു. ഞാൻ സീക്രട്ടിലെ എന്തോ വേഫറിനെയോ എന്താ കേസ് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വേഫറിന്റെ തിക്നെസ് എത്രയാണ്? 3 mm ആണെന്ന് തോന്നുന്നു. വേഫറിന് 3 അവിടെ. സോറി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഇഞ്ചാ. എന്തായാലും ഈ 3 mm ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും ഒരുപാട് ചെറുതായിരിക്കുമല്ലോ. വല്ല മൈക്രോമീറ്റർ പറയുന്നത്. മൈക്രോമീറ്റർ അവനറിയില്ല. എന്റെ കമ്പനി ഇന്റർവ്യൂ ഇവരെ കിട്ടിയില്ല. ഞാൻ പുഷായിട്ട് കിട്ടിയതാ. ഞാൻ ആളില്ലായിട്ട് കിട്ടുന്ന ടെക്നീഷ്യൻ ജോബ് അല്ല എടുക്കുന്നതാ. ശരിയാവോ ഞാൻ എടുക്കുക. പരീക്ഷ ഉണ്ടെന്ന്. ഇതാണ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലേ? ചെറിയ ക്വസ്റ്റ്യൻസാടാ. ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ലോജിക്കൽ അല്ലല്ല, കുറച്ച് ടെക്നിക്കലും ഉണ്ട്. കുറച്ച് മീൻസ് ഈസിക്കട്ട് വയ്യാറ് അങ്ങനത്തെ ഒരു അതല്ല, അത് ചെറിയതാണ്. അതല്ല വിറ്റ് അതെടുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല അറ്റ്ലീസ്റ്റ് പരീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ് അറിയായിരുന്നോ?
ഇല്ല ഇല്ല അതെനിക്കും അറിയില്ല. നോക്കിട്ട് എന്തായാലും 0 എന്നൊക്കെ പറഞ്ഞാൽ കറക്കി കുത്തിട്ട് ഒരു 0 പറഞ്ഞാൽ എടാ സീഗറിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടേ MA ഓവറായി ഇങ്ങനെയാണ് കളിച്ചത്. കെട്ടി വേങ്ങണ്ട് മുടി ഇതൊരുമാതിരി വെളിച്ചപ്പാടിനെ പോലെ പ്രൊമോഷൻ അന്ന് ഒന്ന് വെറൈറ്റി അല്ലേ ഒരിക്കലും ആദ്യമേ അമ്പറ എന്ത് പറ്റിയാണോ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ലേ. ഞാൻ ഒരു വിക്കറ്റ് മുമ്പ് വരാറ് ടിക്കറ്റ് ഞാൻ പോയിട്ട് ഒന്നുമില്ല. നാട്ടിലെ കളി അമ്പയറൊക്കെ അടുത്ത് പറ്റിയാണ്. ഇല്ല അങ്ങനെ പോയി ഈ വർഷം ജെർസി അടിക്കുന്നുണ്ടോ? വിക്കറ്റ് വളരെ പദ്ധതികൾ ധോണിയാണ് നോക്കിയത്. കോഹ്ലിയോ? കോഹ്ലി കോഹ്ലി ഭയങ്കര ഓട്ടമല്ലേ? ഓടിച്ച് കോഹ്ലി ചുമ്മാ ഒന്നും ഓടിക്കണം. ജാതവിന് വെറുതെ ഓടുന്ന ഒരു ടീമുണ്ട്, ആ ദിനേശ് കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. അത് ചുമ്മാ ഓടുക, ക്രീസിൽ നിന്ന് ഇറങ്ങി നോക്കുക. രവീന്ദ്രയുടെ ഒരു കാര്യമില്ല, വെറുതെ ഓടിക്കോളാം. അങ്ങോട്ട് ഇങ്ങോട്ട് ധോണി വിളിക്കാൻ പോലും വേണ്ട, വെറുതെ ഇറക്കി ഓടിക്കോളാം. യുവരാജ് സിംഗ് അങ്ങനെ തോന്നിയിട്ട് കൂടെ ഓടിയത് അങ്ങനെയാണ്. യുവരാജ് സിംഗ് ഒന്നും നിർത്തടേന്നല്ലേ കഴിപ്പോയി അവസാനം. കാലല്ലേ കാല് പൊന്തിക്കടാ. അല്ല നീ ഇല്ലല്ലോ ഒരുപാട് ബോഡികൾ നടക്കുന്നുണ്ടല്ലേ? 5 ഓവറിനുള്ളിൽ കുറക്കും. അതിലൊന്നും ഓവറായാലും ഉണ്ട്. ബാക്കി അവിടെ ഓൺലൈൻ പോകുന്നുണ്ടോ? സ്കോർ നോക്കും. നിങ്ങൾ ഓൺലൈൻ പോകണം. ഞാൻ നീ പേപ്പറാ എനിക്കറിയത്തില്ലല്ലോ. നീ പോകുന്നില്ല മീറ്റിങ്ങിനൊക്കെ പോയിരുന്നല്ലോ. ആണോ? മറ്റേ നെഞ്ഞി ട്രെയിനിങ് ഉണ്ടല്ലോ. ഇടയ്ക്ക് എന്തായാലും അപ്ഡേറ്റ് കാര്യം പോടെ പൈസ ഉണ്ടാക്കി വീട്ടിൽ നമ്മുടെ
ആ ഉണ്ടോ പ്രഭാകരൻ പളനിസ്വാമി ആണെന്ന് തോന്നുന്നു. ആരെല്ലാം ആരാണ് ഈ സ്കോർ ചെയ്യുന്നവർക്ക് ഐപാഡ് വേണോ? ഇപ്പം നല്ലതാ ഫോണിലൂടെ ആ വെൽപ്പേടാ ഇതുണ്ട് റെക്കോർഡുണ്ട് റെക്കോർഡ് അടുത്താരാ കേക്കല്ലേ? നിങ്ങളെ കാര്യത്തില്ലേ ഞാൻ മറന്നു കേട്ടോ. എഞ്ചിനീയർ ലായ് എന്താ ചോദ്യം ചോദിച്ചിട്ട് അനൂപേ പൊളിക്കൂടാ. എന്നാലും പൂജ്യമാകുന്നില്ലടാ. ആരും പൂജ്യമാകുന്നില്ല. അയ്യോ ഞാൻ അതിന്റെ മുമ്പിലെന്ന് പിന്നെ നോക്കിയാ പോലെ അടിച്ചറിയാം ആ അതെ ഹെൽമെറ്റ് കൊടുക്കണം എന്റെ എടുത്തോ അങ്ങനെ ഒരു സീസൺ ഈ സീസൺ പ്രോബ്ലം